section is how to represent the electron dot diagram. അതായത് ഇപ്പോൾ നമ്മൾ അയണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അയണിക് ബോണ്ടിങ്ങിനെ എങ്ങനെ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ്. So here a example for you. Sodium chloride or common salt. The example is we have already discussed in our previous section. The sodium atomic number 11 and the electronic configuration will be 281, and the chlorine atomic number 17 and the electronic configuration will be 287. So during the chemical reaction, the sodium will give one electron from their outermost shell to chlorine atom, and chlorine will accept the one electron and attain 8 electron configurations in their outermost shell. During the chemical reaction, sodium will donate one electron and attain a positive charge. The chlorine will accept an electron and acquire a negative charge also. This is we have already discussed in our previous section. So how we can write down the electron dot diagram of this chemical reaction? The electron dot diagram is only represented by the transfer of electrons. അതായത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഷോർട്ടസ്റ്റ് ഫോമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തെ റെപ്രസെൻറ്റ് ചെയ്യാം. ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. സോഡിയം പ്ലസ് ക്ലോറിൻ ഗിവ്സ് സോഡിയം ക്ലോറൈഡ്. ദിസ് ഈസ് ദി കെമിക്കൽ ഫോർമുല. ഹിയർ സോഡിയത്തിൻ്റെ മേലെ നമ്മൾ 1 ഇലക്ട്രോണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡോട്ട് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ നമ്പറാണ്. അതേപോലെ തന്നെ ക്ലോറിൻ്റെ മുകളിലായിട്ട് 7 ഇലക്ട്രോൺസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡോട്ട് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ അക്കോർഡിംഗ് ടു ദി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം, ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിംഗ് ഇലക്ട്രോൺസ്, the number of electrons is represented in the electron dot diagram. അതായത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ഇപ്പോൾ ലുക്ക് അറ്റ് ദി ഇമേജ്. ദ സോഡിയം ഹാവിങ് 1 electron in their outermost shell, it is represented in this figure, and the chlorine having 7 electrons in their outermost shell, it is represented here. അതാണ് അവിടെ 7ഉം അതേപോലെ തന്നെ സോഡിയം 1 ഡോട്ടും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. So after the chemical reaction, sodium will donate 1 electron and the chlorine will accept that 1 electron and attain a negative charge. അതാണ് നമ്മളുടെ ഗിവ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ആഫ്റ്റർ ദി റിയാക്ഷനിൽ നമുക്ക് സോഡിയം ഉള്ളത് സോഡിയം പ്ലസ് ആയിട്ടും ക്ലോറിൻ എന്ന് പറയുന്നത് ക്ലോറിൻ മൈനസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. So after the chemical reaction, the atomic number 10 ആയി. So the electronic configuration will be after the chemical reaction is represented by 2,8. And after the chemical reaction, the electronic configurations of chlorine is 288. So these two atoms acquire stability due to the chemical bonding. This chemical bonding is also known as ionic bonding. ഇനി അയണിക് ബോണ്ടിങ് ഇപ്പം എന്താണ്, അവിടെ നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെയാണ്, ആ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? So I repeat once again, the electron dot diagram that illustrates the transfer of electrons between sodium and chlorine atom we have discussed earlier. അതായത് നമ്മൾ മുന്നേ തന്നെ പഠിച്ചു, സോഡിയവും ക്ലോറിനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സോഡിയം വിൽ ലോസ് 1 ഇലക്ട്രോൺ ആൻഡ് ക്ലോറിൻ വിൽ അക്സെപ്റ്റ് 1 ഇലക്ട്രോൺ. അതിന് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഹിയർ ഇറ്റ് ഈസ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി റിയാക്ഷൻ. സോഡിയം ഗീവ്സ് സോഡിയം പ്ലസ് 1 ഇലക്ട്രോൺ. അതായത് സോഡിയം വിൽ ലൂസ് 1 ഇലക്ട്രോൺ. അതാണ് സോഡിയം ആഫ്റ്റർ ദി കെമിക്കൽ റിയാക്ഷൻ 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് സോഡിയം അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതാണ് അവിടെ Na പ്ലസ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സോഡിയം അയോൺ എന്നാണ് നോൺ ചെയ്യുക.
അതേപോലെ തന്നെ ക്ലോറിൻ എന്താ ചെയ്യുക? ദ ക്ലോറിൻ വിൽ അക്സെപ്റ്റ് 1 ഇലക്ട്രോൺ. സോഡിയത്തിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യുന്ന ആ 1 ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ക്ലോറിൻ വിൽ അക്സെപ്റ്റ് 1 ഇലക്ട്രോൺ ആൻഡ് അക്വയർ എ നെഗറ്റീവ് ചാർജ്. ഒരു നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്യും. സോ Cl പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ് Cl മൈനസ്. ക്ലോറിൻ മൈനസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സോഡിയം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അതിനെ നമ്മൾ സോഡിയം അയോൺ എന്നും, ക്ലോറിൻ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്താൽ അതിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ എന്നും പറയും. പിന്നെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് വാട്ട് യു മീൻ ബൈ കാറ്റിയോൺസ് ആൻഡ് ആനയോൺസ്. അതായത് കാറ്റിയോൺസ് എന്ന ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിലെ പോസിറ്റീവ് അയോണായിട്ട് മാറുന്ന ആ ആറ്റത്തിനെയാണ് നമ്മൾ കാറ്റിയോൺസ് എന്ന് പറയുക. അതേപോലെ തന്നെ അതിലെ നെഗറ്റീവ് അയോണിനെയാണ് നമ്മൾ ആനയോൺ എന്ന് പറയുക. സോ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. Here sodium having a positive charge is represented by Na+. So sodium is considered as cation, sodium ion is considered as cation, and the chloride ion is considered as anion. Look at the another example for you, the magnesium oxygen. It is also represent the electron dot diagram here. The magnesium outermost shell having 2 electrons is represented here, and the oxygen, the outermost shell having 6 electrons is also represented here. After the chemical reaction, magnesium donate the 2 electrons, oxygen will accept 2 electrons. So magnesium having a 2 plus charge, so will get 2 ഇലക്ട്രോൺസ് ഡൊണേറ്റ്. അതായത് മാഗ്നീഷ്യം 2 ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്തതുകൊണ്ട് മാഗ്നീഷ്യം അറ്റൈൻ എ 2 പ്ലസ് ചാർജ്. ഓക്സിജൻ വിൽ അക്സെപ്റ്റ് 2 ഇലക്ട്രോൺസ് ആൻഡ് ഹാവിങ് എ 2 മൈനസ് ചാർജ്. സോ ദിസ് ഈസ് എ അനദർ എക്സാമ്പിൾ ഫോർ അയണിക് ബോണ്ടിങ്. I repeat once again, the ionic bonding is a chemical bond formed by electron transfer. So the compounds formed by ionic bonding are called ionic compounds. അതായത് അയണിക് ബോണ്ടിങ് പ്രസൻ്റ് ആവുന്ന ആ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് കോമ്പൗണ്ട്സ് അയണിക് ബോണ്ടിങ് ആണ് ഷോ ചെയ്യുന്നതെങ്കിൽ ആ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ദിസ് ലുക്ക് അറ്റ് ദി ഇമേജ്. ഹിയർ ആൾസോ ഗിവൺ 3 examples of ionic bonding. The 2 examples we have already learned in our activity section, sodium chloride and magnesium oxide. The another examples are magnesium chloride, sodium oxide and aluminum sulfide. So write down the electronic configurations of each elements and draw the electron dot diagram also. So I believe that all of them got a clear idea about ionic bond and how to draw a electron dot diagram also.